guys, good morning. Welcome back to a little corner of internet. ഇന്ന് നമ്മൾ സ്കോട്ട്ലാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ സ്കോട്ട്ലാൻഡ് പോകുന്നതിന് മുന്നേ വേറെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കേൾക്കൂല. നമ്മൾ എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ 3 മണിക്ക് വെളുപ്പിനെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ പറ്റിയില്ല. നമ്മൾ സാധനങ്ങളൊന്നും പാക്ക് ചെയ്തില്ലായിരുന്നു. ഇന്നലെ ഒരു പാർട്ടിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ 10 മണിയായി. പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് രാത്രി കിടന്നപ്പോൾ തന്നെ 2 മണിയായി. പിന്നെ 3 മണിക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ 7:30 ഇറങ്ങി. 7 മണിക്ക് ഇറങ്ങണമെന്ന് വെച്ചു. പക്ഷെ 7:30 ഇറങ്ങി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് എത്ര മൈൽ ഓടണം? 245 മൈൽ ഓടണം. നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തും അല്ലേ? Stay tuned. എത്തിയില്ല ഗൈസ്. നമുക്ക് ഇനിയും ഉണ്ട് 87 മൈല്. 87 മൈലല്ല, അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ വെയിലൊക്കെ മാറി. നമ്മൾ നല്ല മഴ നനയാൻ പോവുകയാണ്. മഴക്കാറ്. പക്ഷെ നമുക്കറിയായിരുന്നു മഴയാന്ന് അല്ലേ? നമ്മള് റെയിൻകോട്ടൊക്കെ എടുത്ത് മഴ നനയാനുള്ള സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത്. മഴയത്ത് മല കയറാൻ എന്ത് വൈബായിരിക്കും. മഴ, മല, കാറ്റ്, കട്ടൻ ചായ, പാലം. ബോട്ട് തൊട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ഈ സ്ഥലമാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇന്ന് പോകുന്ന ലേക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്കിലേക്കായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇവിടെയൊക്കെ പോകണം, ഇന്ന് ഈ ആക്ടിവിറ്റീസൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ ആയതുകൊണ്ടും അതുകൊണ്ട് നമുക്ക് അധികം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. മഴ ചതിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് 90% ഷുവർ ആയിരുന്നു മഴ പെയ്യും. ബിക്കോസ് വെതർ നോക്കിയപ്പോൾ നമ്മൾ കണ്ടതാണ് മഴയുണ്ടെന്ന്. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിരുന്നു വിൻഡർമിയർ എന്ന് പറഞ്ഞ സ്ഥലം. ഡെസ്റ്റിനേഷൻ നമ്മൾ പറയുന്നത് കേൾക്കത്തുണ്ടാവില്ല ചിലപ്പോൾ. പോവാണ് ഗൈസ്. ഇവിടെ പ്രത്യേകിച്ച് വണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. ബോട്ട് റൈഡുണ്ട്, പക്ഷേ മഴയാണ്. ബോട്ട് റൈഡിന് നോക്കുന്നുണ്ട്. ഇനി നിങ്ങളങ്ങോട്ട് കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഡേ 1ൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഞങ്ങളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നതും ഞങ്ങളുടെ അഡ്വഞ്ചർ എന്ന് പറയുന്നതും
ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് വീട്ടിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ 5 പാസസ് ഉണ്ട്. ഐ മീൻ അത് ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഹൈലൈറ്റാണ് ആ 5 പാസസ് എന്ന് പറഞ്ഞാൽ അത് ലൈക്ക് റോഡ്സാണ്. നമ്മൾക്കിങ്ങനെ സീനിക്കായിട്ടുള്ള റോഡ്സ്, സീനിക്കായിട്ടുള്ള വ്യൂസൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന ഒരു 5 പാസ്. ആ 5 പാസിൽ 2 എണ്ണം മസ്റ്റായിട്ട് കയറണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഡേ 1ൻ്റെ ഉദ്ദേശം. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കേസ് മഴ, രണ്ടാമത്തെ കേസ് നമ്മൾ യൂട്യൂബിലൊക്കെ ലൈക്ക് ഇത് എത്രത്തോളം സ്ട്രഗിളുണ്ട് എന്നെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോയത്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രഗിളായിട്ടുള്ള റോഡാണ് ഹാർട്ട് നോട്ട് പാസ് ആണെന്ന് തോന്നുന്നു. ആ പാസ് കയറാനാണ് എന്താ പറയുന്നത്, അത്രയും സ്ട്രഗിളായിട്ടുള്ളൊരു സംഭവമാണ് ആ പാസ് കയറുന്നത്. അത് യൂട്യൂബേഴ്സ്, ഞാൻ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ വീഡിയോ കണ്ടപ്പം യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു. അപ്പം നമ്മളത് എന്തായാലും കയറരുതെന്ന് വിചാരിച്ച സാധനമാണ് ഇപ്പം ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കയറി, എന്തിന് കയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആക്ച്വലി പോകുന്ന വഴി ഞാൻ ഏതോ ഒരു പാസിൻ്റെ ബോർഡ് സൈഡിൽ കണ്ടു. ഓക്കെ, നമുക്ക് ഈ പാസിലൂടെ കയറി അങ്ങ് പോകാമെന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷേ കയറി ഞാൻ കാണണമെന്ന് വിചാരിച്ച പാസ് എനിക്ക് കാണാൻ പറ്റിയില്ല. മീൻസ് കയറണമെന്ന് വിചാരിച്ച പാസ് കയറാൻ പറ്റില്ല. ബാക്കി 4 പാസും ഞങ്ങൾ കയറി. ആ അഞ്ചാമത്തെ എനിക്ക് വന്ന വാസ്റ്റ് വാട്ടർ ഞാൻ കയറണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടെ മാത്രം ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. കയറാൻ പറ്റാഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാനറിയില്ല. ഞാനിത് കയറി, മീൻസ് നമുക്ക് ഇതിനകത്തേക്ക് ഈ പാസിൽ കയറി കഴിഞ്ഞപ്പം ഇൻ്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല, എല്ലാം പകുതി വഴിയിൽ വെച്ച് കട്ടായി. പിന്നെ ഓഫ്ലൈൻ മാപ്പ് വണ്ടിയിൽ ഓടുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ മീൻസ് നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റി. ശരിക്കും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു ട്രിപ്പ് പോയിട്ട് ഏറ്റവും കൂടുതൽ പേടിച്ചു എന്ന് പറയുന്നത് ഇതിനകത്ത് കയറിയപ്പോഴാണ്. മീൻസ് നമുക്ക് എന്താണെന്നറിയില്ല, മുകളിലേക്ക് കയറുന്നതോറും നമ്മൾ ഒരുമാതിരി ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് കയറുക. നമ്മൾ പുറത്തിറങ്ങാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ മാപ്പ് കുറച്ച് ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മാപ്പ് ഏതൊക്കെയോ സ്ഥലത്തേക്കിട്ട് എങ്ങനെയൊക്കെയോ പുറത്ത് കടന്നു എന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും നമ്മൾ ഉള്ളിൽ പെട്ടുപോയി. അങ്ങനെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് എങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. മീൻസ് ആ വഴിയിലൂടെ 2 പേര് പാസ് ചെയ്ത് പോയപ്പോൾ ഞാൻ പറയാം, നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെ പുറത്തിറങ്ങുമെന്ന് അവരുടെ അടുത്ത് ചോദിക്കാമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുണ്ടോ, ഇങ്ങനെ ഈ ഒരു വ്യൂ ആണ് അവിടെ മൊത്തം. ഈ ഒരു വ്യൂ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. സൈഡിലേക്ക് നോക്കിയാൽ കുറച്ച് ഷീപ്പിനെ കാണാം, കുറച്ച് മല കാണാം എന്നല്ലാതെ ഒറ്റ മനുഷ്യരെ കാണാനില്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ മതിയായി. ഇന്നത്തെ ഒരു ദിവസത്തെ ട്രിപ്പ് കൊണ്ട് എനിക്ക് മതിയായി. വീട്ടിൽ പോകാമെന്നവരെ ഞാൻ പറഞ്ഞു. സ്കോട്ട്ലൻഡും പോകണ്ട, എങ്ങോട്ടും പോകണ്ട, വീട്ടിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു. അത്രയും ലൈക്ക് പേടിച്ചു പോയി. അങ്ങനെ ഒരു 2-3 മണിക്കൂർ അതിനകത്ത് കിടന്ന് ചുറ്റി കറങ്ങി ലാസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റും ഒരു ഹോം സ്റ്റേ പോലെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. ഇൻ്റർനെറ്റ് എന്തെങ്കിലും വൈഫൈ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി. മീൻസ് രാവിലെ കഴിച്ചതാണ്. പിന്നെ വൈകുന്നേരം, ഇതിപ്പോൾ ഏകദേശം സമയം രാത്രി, മീൻസ് 5 മണി 4 മണി 4:30 ആ ടൈമായി.
അപ്പോൾ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും പോയി ഞങ്ങളുടെ റൂമിലേക്ക് പോയി. ഇങ്ങനെ രാവിലെ 7:30 തുടങ്ങിയ ഓട്ടം രാത്രി 7 മണിയായപ്പോൾ അവസാനിച്ചു. കുന്നും മലയൊക്കെ താണ്ടി ഇപ്പം ഞങ്ങൾ റൂമിലെത്തി. ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഏതൊക്കെയൊക്കെയോ വണ്ടി കൊണ്ടുപോയി എവിടെയൊക്കെയോ എത്തി, എങ്ങനെയൊക്കെയോ. ഇനി നാളെ രാവിലെ വീണ്ടും അടുത്ത അംഗം വീണ്ടും കാണാം. സൈനിങ് ഓഫ്. ബൈ ബൈ. ടാറ്റാ.